ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും നാം പ്രധാനമായി ദൈവത്തെ സമീപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു ഉത്തരം നേടുവാൻ തന്നെയാണ് എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, നാം മുട്ടുന്ന വാതിലുകൾ തുറക്കാതെ വരുമ്പോൾ, നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്: എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല? എപ്രകാരമാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും, അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യുമെന്ന് പറയുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്നും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന പിതാവിന് ഒരിക്കലും തിരസ്കരിക്കുവാൻ സാധിക്കുകയില്ലെന്നും യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി എന്തിനു നാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം? ഒന്നാമതായി, ക്രിസ്തു ദൈവമാണ്. ഗലേഷ്യൻസ് 1:15 നാം വായിക്കുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ്വ സൃഷ്ടികൾക്കും ഉള്ള ആദിജാതനുമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. രണ്ടാമതായി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് സ്വർഗം തുറന്നു തന്നത് ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 യേശുനാഥൻ പറയുന്നു: ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല. മൂന്നാമതായി, നമ്മുടെ മധ്യസ്ഥൻ എന്നത് ക്രിസ്തുവാണ്. 1 തിമോത്തിയോസ് 2:5 നമ്മോട് പറയുന്നു: ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനെയുള്ളൂ, അവനാണ് സർവശക്തനായ യേശു ക്രിസ്തു. നാലാമതായി, നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയുന്നവനും നമ്മുടെ പാപങ്ങളിൽ നമ്മോട് ചേർന്ന് അനുദപിക്കുന്നവനും ക്രിസ്തു മാത്രമാണ്. ഹെബ്രായർക്കെതിരെ ലേഖനം 4:15 നാം വായിക്കുന്നു: നമ്മുടെ ബലഹീനതകൾ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിവില്ലാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാവിധത്തിലും പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും ഒരിക്കലും പാപം ചെയ്യാത്തവനാണവൻ. അഞ്ചാമതായി, നമ്മുടെ വേദനകൾ ആത്മാർത്ഥമായി തിരിച്ചറിയുന്നത് ക്രിസ്തുവിന് മാത്രമാണ്. ഹെബ്രായർക്കെതിരെ ലേഖനം 2:18 നാം വായിക്കുന്നു: അവൻ പീഡിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നമ്മെ സഹായിക്കുവാൻ അവന് സാധിക്കും. ഈ വസ്തുതകളാണ്, ഈ സത്യങ്ങളാണ് എന്തുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്നതിനുള്ള ഉത്തരം. അതിനാൽ പ്രിയ സഹോദരരെ, നാം ഒരുപാട് രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന ദൈവത്തിന് ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 5:20 നാം വായിക്കുന്നത്: പിതാവ് പുത്രനെ സ്നേഹിക്കുകയും തനിക്കുള്ളതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ നാമം അത്രമാത്രം മഹോന്നതമാണ് എന്ന് നാം പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിക്കുകയും കുരിശിൽ മരിക്കുകയും അങ്ങനെ പാപത്തിൽ നിന്നും മരണത്തിൽ നമ്മെ മോചിപ്പിക്കുകയും വീണ്ടെടുക്കുകയും പിശാചിനെ തകർക്കുകയും ചെയ്ത ഏകനാമം ക്രിസ്തുവിൻ്റെ നാമമാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിന് സമർപ്പിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം സുവിശേഷം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസ് അല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.